ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 173 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ശൗമേൽ ഇസ്രായേലിന് ന്യായാധിപൻ ആകുന്നു. കഴിഞ്ഞ 20 വർഷം പെട്ടകം ഫിലിസ്ത്യരുടെ കയ്യിലായിരുന്നു. പെട്ടകം എന്ന് പറയുമ്പോൾ അതെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിഴലാകുന്നു എന്ന് കർത്തൃദാസന്മാരുടെ ഒരു ആത്മീയ അഭിപ്രായമുണ്ട്. ശരിയായിരിക്കാം, ബൈബിളിലെ അതിനുള്ള തെളിവില്ലെങ്കിലും ഒരു വ്യാഖ്യാനം അങ്ങനെയുണ്ട്. ശൗമേൽ ന്യായാധിപനായി താന് അതിന്റെ ചുമതല ഏറ്റ ഉടനെ താൻ ചെയ്തത് അന്യ ദൈവങ്ങളുടെ എല്ലാത്തിൻ്റെയും പ്രതിഷ്ഠകള് നീക്കിക്കളഞ്ഞു. ഒരെണ്ണം പോലും അവിടെ ഇല്ലാതെ വണ്ണം മുഴുവനെയും തുടച്ചു മാറ്റി. ഇത് ഒരു ആത്മീയ നേതാവിന്റെ കാഴ്ചപ്പാടാണ്. 1 ശമൂവേൽ 7-ാം അധ്യായം 3-ാമത്തെ വാക്യം. പുതിയ ന്യായാധിപൻ വന്നു ഒരു നവീകരണം ഉണ്ടാകുമ്പോൾ, ഒരു ആത്മീയമായിട്ട് ഒരു നല്ല വഴി വെട്ടിത്തെളിക്കുമ്പോൾ സാത്താൻ വെറുതെ ഇരിക്കയില്ല. നമ്മളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ആത്മീയമായ ഒന്നും നടക്കുന്നില്ല. സാധാരണ ഒരു ആരാധന പോലൊക്കെ പോകുന്നു. അങ്ങനെ ഒരു സാധാരണ നിലവാരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നിടത്തെ സാത്താൻ കയറി പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം ഉണർവുണ്ടാകുമ്പോൾ സാത്താൻ അവൻ അടങ്ങിയിരിക്കുകയല്ല. കാരണം ഉണർവുണ്ടായിക്കഴിഞ്ഞാൽ പാപികൾ യേശുവിനെ അറിയും. വിശ്വാസികൾ ആത്മീയമായിട്ട് വളരും. അതവന് ഇച്ചിരി പ്രയാസമാണ്. അന്നേരമേ അവൻ യുദ്ധത്തിന് വരികയുള്ളൂ. സാത്താന്റെ പരിപാടി ഇവിടെ നമ്മുടെ ശൗമേൽ ആത്മീയമായിട്ട് ജനങ്ങളെ നല്ല നിലവാരത്തിൽ ഉയർത്താൻ തുടങ്ങിയപ്പോൾ സാത്താൻ പിശാചിന് അടങ്ങിയിരിക്കാൻ പറ്റാതായി. ഫെലിസ്തീയർ ഇസ്രായേലിനെ ആക്രമിക്കാനായിട്ട് വലിയ നിലവാരത്തിൽ കടന്നു വന്നു. ആ കാലയളവിൽ ഫിലിസ്തീയരെ പരാജയപ്പെടുത്തുവാനുള്ള പവർ ഇസ്രായേലിന് ഇല്ലാത്ത ഒരു സാഹചര്യം. കാരണം ആത്മീകമായിട്ടും അക്ഷരികമായിട്ടും പരാജയപ്പെട്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് ശൗമേൽ ന്യായാധിപനാകുന്നത്. പെട്ടെന്നൊരു ആക്രമണം വന്നു കഴിഞ്ഞാൽ അതിനെ തടയുവാനുള്ള അവസ്ഥ ഇസ്രായേലില്ലെന്ന് നമ്മുടെ ശൗമേലിനും മനസ്സിൽ. ഇതിന്റെ നടുവിൽ ശൗമേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന നിസ്സാരമാക്കി കളയരുത്. പ്രാർത്ഥന ഏത് പ്രശ്നത്തിൻ്റെയും എത്ര ബുദ്ധിമുട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും പ്രാർത്ഥന കൊണ്ട് അതിനെയെല്ലാം ഇല്ലാതാക്കാൻ കഴിയും. നമ്മുടെ ഇടയിൽ പ്രാർത്ഥനയ്ക്ക് സമയത്തെ നമ്മൾ നന്നായിട്ട് വേർതിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളെ പല പ്രാർത്ഥനകളൊക്കെ പേര് പറയുന്നുണ്ടല്ലോ. അതിനകത്ത് നമ്മൾ എത്ര സമയം പ്രാർത്ഥനയിൽ നമ്മൾ പോരാടുന്നുണ്ട്? അതൊരു പരാജയമായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കണം.
ഏത് പ്രശ്നത്തിനടുവിലും പ്രാർത്ഥന അത് പവറാണ്. പ്രാർത്ഥനയ്ക്ക് തുല്യം പ്രാർത്ഥനയുള്ളൂ. ശൗമേൽ പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക, ഫെലിസ്ത്യരുടെ മേൽ വലിയ ഇടിമുഴക്കി. 1 ശമൂവേൽ 7:7. അവര് പരിഭ്രമിച്ചു, ഭയപ്പെട്ടുപോയി. അതുമാത്രമല്ല, തോറ്റും പോയി. ഇതാണ് ദൈവത്തിൻ്റെ പ്രാർത്ഥിക്കുന്നവരോടുള്ള ഇടപാടുകൾ. ഫിലിസ്ത്യർ പരാജയപ്പെട്ടു പോയി. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, നമ്മുടെ ശൗമേൽ, മിസ്പയ്ക്കും ശേനിനും മധ്യേ കല്ലെടുത്ത് വെച്ചു, മേലാൽ ഈ അതിര് വിട്ടുവരാൻ പാടില്ല. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ അതിര് അവിടെ വിലക്കി എന്ന് വേണേ പറയാം. എന്ന് പറഞ്ഞാൽ ഇവിടം വരെയുള്ളൂ നിന്റെ സ്ഥലം, നിനക്ക് ഇപ്പുറത്തോട്ട് കയറാൻ പാടില്ല. കാരണം ഇത് ദൈവത്തിൻ്റെ സ്ഥലമായിട്ട് അതിർത്തിക്കല്ല് സ്ഥാപിച്ചു. നമ്മുടെ ഇന്നത്തെ കാലയളവിൽ ശൗമേലിനെ പോലെ പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരെ ആവശ്യമായിരിക്കുന്നു. പ്രാർത്ഥിക്കുക മാത്രമല്ല, ജീവിക്കുന്നവരെ ആവശ്യമാണ്. ഇപ്പോഴത്തെ നിലവാരത്തിൽ നാം മുന്നോട്ട് പോയാൽ എന്തായി തീരും ഒന്ന് ചിന്തിക്കണം. ദൈവമക്കളെ, വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഈ നിലവാരത്തിലെ നമ്മുടെ ആത്മീയ കൂട്ടങ്ങളായിരുന്നാലും ആരാധനയായിരുന്നാലും നമ്മുടെ ഇപ്പോൾ നടക്കുന്ന ഈ കാര്യങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായി തീരുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ യോഗങ്ങളിൽ ആത്മീയമായ ഉണർവുകൾ ഉണ്ടാകണം. ഉണർവ് ഉണ്ടാക്കുകയല്ല, ഉണർവ് ഉണ്ടാകണം. ഉണർവ് ഉണ്ടാകണമെങ്കിൽ നമ്മളെ ആ നിലയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ താഴ്ത്തി കൊടുക്കണം. നമ്മൾ ഉണ്ടാക്കുന്ന ഉണർവെന്ന് പറയുന്നത് അതൊരു പ്രയോജനം നമുക്ക് വരുത്തുന്നതല്ല. ദൈവം തമ്പുരാൻ ഉണർവ് വരുത്തിയാൽ അത് ഉണർവായിരിക്കും. നമ്മുടെ ആരാധനകളൊന്ന് ചിന്തിച്ചാൽ ആത്മാർത്ഥമായിട്ട് ആരാധിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് ചിന്തിക്കണം. നമ്മൾ ചിന്തിച്ചേ പറ്റുള്ളൂ. ഈ കാലയളവിൽ നമ്മൾ കുറച്ച് ആൾക്കാർ കൂടി വന്നു, നല്ല കാര്യമാണ്. പക്ഷേ ആത്മാർത്ഥതയോടെ ആദി അവസാനം ആരാധിക്കുന്നവർ എത്ര പേരുണ്ട്? ആരാധിക്കുമ്പോൾ തന്നെ ഒരു അനുഗ്രഹം പ്രാപിച്ചിട്ട് മടങ്ങിപ്പോകണമെന്നുള്ള ചിന്ത നമ്മുടെ ഇടയിൽ എത്ര പേർക്കുണ്ട്? പഴയ നിയമകാലത്തായിരുന്നാലും പുതിയ നിയമകാലത്തായിരുന്നാലും ആരാധനയ്ക്ക് വരുന്ന ആളുകൾ അനുഗ്രഹം പ്രാപിച്ചിട്ടേ മടങ്ങിപ്പോയിട്ടുള്ളൂ. അബ്രഹാം പറഞ്ഞു, ഞാനും ബാലനും അവിടുത്തോളം ആരാധന കഴിച്ചിട്ട് മടങ്ങി വരും. യാഗം കഴിക്കാൻ പോയി അബ്രഹാം. നോക്കിക്കോണം, ദൈവം പറഞ്ഞു, വിളിച്ചു പറഞ്ഞു, നീ ഈ കാര്യം ചെയ്തു, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടി കാണിക്കായകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ആരാധിക്കുന്നവർക്ക് ഇവിടെ അനുഗ്രഹമുണ്ട്. തുടർന്ന് ക്ലാസ്സിലേക്ക് നമുക്ക് വരാം. നമ്മുടെ കർത്താവ് വരാറായി. ആരാധന പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.